പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു അടാർ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇത് കണ്ടോ, ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാല തന്നെ ഞാൻ മാവ് നല്ല എണ്ണയും ഉപ്പും ഒക്കെ ചേർത്ത് സാധാ നോർമൽ വെള്ളമൊക്കെ ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കും. നല്ല കുഴച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തി എടുക്കുകയാണ് കേട്ടോ. ചപ്പാത്തി ചൂടാൻ പോവാന്ന് വിചാരിക്കേണ്ട, ഇത് അതൊന്നും അല്ല കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ലപോലെ പരത്തി ഇങ്ങെടുത്തിട്ട് ഒരടപ്പ് ഇങ്ങെടുത്തിട്ട് ഇതാ രണ്ട് തട്ടും തട്ടി ഒരു തിരിയും തിരിച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നല്ല പപ്പടം പോലെ നല്ല വട്ടത്തിൽ നല്ല 2 റൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ബാക്കി മാവും കൂടെ ഞാൻ ഇതുപോലെ റൗണ്ട് ആക്കി എടുത്തു. ഇത് ഞാൻ ഈ റൗണ്ട് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ആരാ ഇത് ഫില്ല് ചെയ്യുന്നതെന്നറിയാമോ? ഇച്ചാനാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇച്ചാൻ തന്നെയാണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഫില്ലിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഫില്ലിംഗ് എന്ന് പറയുന്നത് ചിക്കനും ഇഞ്ചി, വെളുത്തുള്ളി, സവോള, മല്ലിയില എല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടാണ്. ഉപ്പും ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കാതെ നമുക്ക് ചേർക്കാം കേട്ടോ. അത് പച്ചമുളകൊക്കെ ചേർത്തിട്ടോ അല്ലെങ്കിൽ പെപ്പർ പൗഡറൊക്കെ ചേർത്തിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞങ്ങൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം വെളുത്തിരിക്കുന്നത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് ഞങ്ങൾ മുളക് പൊടികൾ ചേർത്തത്. മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. വലിയ എരിവൊന്നും ഇല്ലാത്ത കാശ്മീരി ചില്ലി. കണ്ടോ ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? ഇത് എന്ത് ഈസിയാന്ന് നോക്കിക്കേ. ആ റൗണ്ടിനകത്തോട്ട് ഫില്ലിങ്ങും വെച്ച് ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മൈദയല്ലേ, പെട്ടെന്ന് ഒട്ടിക്കോളും. അങ്ങനെ ഞങ്ങളുടെ ഈ ഫില്ലിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ അതുകൊണ്ട് ആ പാത്രം പിടിച്ചൊരു ഷോയൊക്കെ നടത്തി നോക്കി. ചുമ്മാ ഒരു രസം ഇരിക്കട്ടേന്നേ. അങ്ങനെ എൻ്റെ ഫോട്ടോ പോസൊക്കെ കഴിഞ്ഞതേ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഞങ്ങളിത് സ്റ്റീം ചെയ്താണ് വേവിക്കുന്നത് കേട്ടോ. ഇത് സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ചിലരൊക്കെ പറയും, ഇത് നമ്മുടെ മറ്റേ സംഭവമല്ലേ, എന്ത് മോമോസ്. യെസ്, മോമോസ് എന്നൊക്കെ പറയാം. പക്ഷേ കാണുമ്പോൾ മോമോസ് ഇങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നതെങ്കിലും ഞങ്ങളുടേതായ രീതിക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് എളുപ്പത്തിൽ. ഏകദേശം മോമോസ് ഈ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും അത് ഒത്തിരി കാലമായി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. ഇപ്പോഴാണ് അതിനൊരു സമയം കാലമൊക്കെ ഒത്തത്. അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലങ്ങോട്ട് ചറപറ പെറുക്കി അതിൻ്റെ മുകളിൽ കൂടി എല്ലാം അടുക്കി അങ്ങ് വെച്ചു. ചെറുതായിട്ടൊന്ന് ജാമായെന്നൊരു സംശയം. കാരണം വെന്ത് വന്നപ്പോൾ പെറുക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും സാരമല്ല, ക്ഷമയോടെ ഞാൻ അതെല്ലാം പെറുക്കിയെടുത്തു. പിന്നെ ഇതിന് കൂട്ടാനൊരു സോസും കൂടെ വേണ്ടേ, ചട്നിയെന്നോ സോസെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഈ തക്കാളിയും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും ഇച്ചിരി മല്ലിയിലയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചിങ്ങെടുക്കുക. എന്നിട്ട് നമ്മുടെ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ച് വെച്ചില്ലേ ജാറിൽ, ആ ജാറിൽ അരച്ച് വെച്ച ഈ സംഭവം നമ്മളെടുത്ത് ഈ എണ്ണയിലോട്ടിടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ഇളക്കി ആ തക്കാളിയൊക്കെ ഒന്ന് അലന്ന് വന്ന് കഴിഞ്ഞ് നല്ല കുറുക്കി നല്ല പരുവായി കിട്ടും കേട്ടോ. നമുക്ക് ഈ സോസ് ഈ മോമോസിൻ്റെ കൂടെ മാത്രമല്ല, ചിക്കൻ പൊരിച്ചതോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതല്ല. ചിക്കൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് മുക്കി തിന്നാൻ എന്ത് രസമാണെന്ന് അറിയില്ല. സൂപ്പർ ചട്നിയാണ് കേട്ടോ. ചട്നിന്നോ സോസെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ചട്നി ഇവിടെ റെഡിയാവാറായിട്ടോ. അപ്പോൾ ആ റെഡിയായി നമ്മൾ വാങ്ങുന്നതിന് മുന്നേ ഒരു കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടു കേട്ടോ. മുളക് പൊടി ഇട്ടാൽ എരിവ് കൂടുതലും, കാശ്മീരി ഇട്ടാൽ നിറവും കിട്ടും, എരിവും കുറയും. പിന്നെ ഒരു ലേശം സോയ സോസും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു സ്വല്പം വിനാഗിരി അധികമാകരുത് കേട്ടോ. അധികമായ പ്രശ്നമാവും. ഒരു സ്വല്പം എന്ന് പറഞ്ഞാൽ സ്വല്പം. അതിൻ്റെ അടപ്പുണ്ടാവുമല്ലോ കുപ്പിയുടെ, ആ കുപ്പിയുടെ അടപ്പിൽ ഒരു ലേശം ഒരു പകുതിയോളം മാത്രം ഒഴിച്ചാൽ മതിയോ. പിന്നെ ചട്നിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അളവ് കൂട്ടേണ്ടി വരും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി നല്ല ഈ നല്ല കുറുകിയ പരുവത്തിലായി കിട്ടും. എന്നിട്ട് നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കുന്നു. എങ്ങനെയുണ്ട് ചട്നി? കാണാൻ അടിപൊളിയല്ലേ, എന്നാൽ കൂട്ടാൻ അതിലേറെ അടിപൊളിയാണ് കേട്ടോ. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് കഴിക്കാൻ കൊതിയായി. ഞാൻ ഓടിപ്പോയി പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നു. നമ്മുടെ മോമോസും പെറുക്കിയിട്ട് ഞാൻ അങ്ങ് കഴിക്കാൻ ആരംഭിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ കഴിച്ചു. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. എന്നോട് പറഞ്ഞു അഭിപ്രായം പറയാമെന്ന്. ഞാൻ പറഞ്ഞു ഞാനിത് ആദ്യം ഒന്ന് തിന്നട്ടെ എന്നിട്ട് പറയാം അഭിപ്രായമൊക്കെ എന്ന്. കാരണം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. എനിക്കത് വേഗം തിന്നാനുള്ളൊരു ആഗ്രഹമായിരുന്നു അന്നേരം. എന്താണ് സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.